ശ്രീനാരായണ ഗുരുദേവ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീനാരായണ പരമഹംസ മഹാഗുരുവിൽ സമാരംഭിച്ച് ശിവലിംഗദാസ സ്വാമിയിലൂടെ ദിവ്യശ്രീ ബോധാനന്ദ സ്വാമിയിലൂടെ അനസ്യൂതം തുടരുന്ന മഹാഗുരുവിൻ്റെ പരിപാവനമായ സന്യസ്ത ശിഷ്യ പരമ്പരയെ ഒന്നാകെ പ്രണമിക്കുന്നു. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം കോട്ടയം യൂണിയനിലെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മഹാഗുരുവിൻ്റെ ദിവ്യമായ തൃക്കരങ്ങളിൽ നിന്നും സർട്ടിഫിക്കറ്റ് മേടിക്കുവാൻ ഭാഗ്യം ലഭിച്ച ശാഖായോഗം. നിങ്ങളുടെ ശാഖയുടെ സെക്രട്ടറി പറഞ്ഞതുപോലെ 90 നിങ്ങൾ കഴിഞ്ഞിരിക്കുന്നത്. അടുത്ത വർഷം 2027 ആകുമ്പോൾ ടെക്നിക്കലി നിങ്ങൾ 100 വർഷമാകും. രജിസ്ട്രേഷൻ വെച്ച് നിങ്ങൾ 100 വർഷമാകുന്നത് ഒരു വർഷം. ഞാനതിൻ്റെ എന്തെന്ന് ഒരു 5 മിനിറ്റ് പറഞ്ഞുതരാം. അപ്പോൾ ഈ 90 കടന്നിട്ട് നിങ്ങൾ 10 വർഷം കഴിഞ്ഞു. അതുകൊണ്ട് ആദ്യം നിങ്ങളൊരു നൂറ്റാണ്ടിലേക്ക് എത്തുകയാണ്. ഒരു നൂറ്റാണ്ട് ഭഗവാന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ദിവ്യമായ ശാഖായോഗത്തിൻ്റെ സമാരാധരണീയനായ പ്രസിഡന്റ് രാജീവേട്ട എന്നും വിളിച്ചുള്ളൂ. രാജീവേട്ടൻ ശാഖായോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി. പിന്നെ എങ്ങനെയാണോ SNDP യോഗത്തിൽ വെള്ളാപ്പള്ളി നടേശൻ അതിദീർഘകാലം അധികായനായിരിക്കുന്നു പറഞ്ഞതുപോലെ വേളൂർ മണിക്കുന്ന ശാഖയിൽ ഏതാണ്ട് ഒരു 10-35 കൊല്ലം ഞാൻ എൻ്റെ SNDP അല്ലെങ്കിൽ ശ്രീനാരായണ പ്രസ്ഥാനത്തിൽ കാല് വെക്കുന്ന അന്ന് തൊട്ട് ഇതേ ഷേപ്പും ഇതേ രൂപമുള്ള പ്രിയപ്പെട്ട രായൻ ചേട്ടൻ, അതുപോലെ തന്നെ എനിക്ക് ഈ ശ്രീനിവാസൻ എന്ന പേര് എനിക്ക് അറിയത്തില്ലായിരുന്നു, പ്രിയപ്പെട്ട ചിന്നപ്പൻ ചേട്ടൻ. അതുപോലെ എങ്ങനെ നോക്കിയാലും ഒരു കാലത്ത് ഈ മണ്ണിലൂടെ ഞാൻ ഈ പാലത്തിന് ഇപ്പുറത്തോട്ട് കയറിയിട്ടുള്ളത് പിരിവിന് മാത്രമാണ് കേട്ടോ. ഈ പാലത്തിന് ഇപ്പുറത്തോട്ട് ഈ ധർമ്മസമിതിയിൽ ഉണ്ടായിരുന്നപ്പോൾ എല്ലാം ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എന്നെ ഇങ്ങനെ പേടിച്ച് നോക്കണ്ട. ഇവൻ വന്ന 2-2.5 മണിക്കൂർ കളയത്തില്ല. ഒരു 5 മിനിറ്റ് കൊണ്ട് നിർത്തിയേക്കാം. ഈ അവാർഡെന്ന് എനിക്കിപ്പോഴും ഈ അവാർഡ് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം കോട്ടയം യൂണിയൻ ഇങ്ങനെ ഒത്തിരി പേര് എന്നെ തമാശയ്ക്ക് കളിയാക്കുകയും ചെയ്തു. നീ കൂടി ഉൾപ്പെടുന്ന കമ്മിറ്റി, നീ കൂടി പങ്കെടുത്തിട്ട് നിനക്ക് അവാർഡ് നീ മേടിക്കുകയാണോ എന്ന്. അത് സംഭവിച്ചത് അങ്ങനെയല്ല. നമ്മൾ യൂത്ത് മൂവ്മെൻറ്റ് രൂപീകരിച്ചിട്ട് 50 വർഷം പൂർത്തിയായി. 50 സുവർണ ജൂബിലി ആഘോഷിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു വീട് വെച്ച് കൊടുക്കുന്നു, ഒരു സുവനീർ ഇറക്കുന്നു, 50 സമ്മേളനങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 1-2 ആദരിക്കൽ. ഇത് യൂത്ത് മൂവ്മെൻറ്റിൻ്റെ 1ാമത്തെ യൂണിയൻ ഭാരവാഹികളൊട്ടി 2-3 പേര് മരിച്ചുപോയി. ബാക്കി എല്ലാവരും ഇപ്പോൾ വാർദ്ധക്യത്തിലാണ്. 50 വർഷം കഴിഞ്ഞല്ലോ. ഇവരെല്ലാവരെയും ആദരിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതിനൊക്കെ ശേഷം ഇങ്ങനൊരു കൗൺസിൽ ചേർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവർ പറഞ്ഞ് നമുക്കത് കൂടാതെ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് പേരെ കൂടെ ആദരിക്കണം. അപ്പോൾ അങ്ങനെയാണ് നേരത്തെ മീനച്ചിൽ യൂണിയൻ്റെ യൂത്തിലേക്ക് ഉണ്ടായിരുന്ന ഇപ്പോൾ IRS സിവിൽ സർവീസ് കയറിയിട്ടുള്ള ജ്യോതിഷ് മോഹൻ സാറിനെ ക്ഷണിച്ചു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞ് നമുക്ക് ഇവനെ ഒന്ന് ആദരിക്കേണ്ടതെന്ന്, എന്നെ. അപ്പോൾ ഇത് എന്നാ കാര്യം പറഞ്ഞ് ആദരിക്കുന്നേ? അപ്പം ഞാൻ പറഞ്ഞു, എടാ ഇത് എന്ത് നാണക്കേടാവുമല്ലോ. പക്ഷെ അപ്പോൾ എല്ലാവരും പറഞ്ഞു അങ്ങനെയല്ല, നീ ഇപ്പം ഒരുപാട് 10,500 വേദികളിപ്പോൾ ആയിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2025 തന്നെ ജനുവരി മുതൽ മെയ് വരെയുള്ള 4 മാസങ്ങൾ കൊണ്ട് 3 തവണ ഇന്ത്യക്ക് പുറത്ത് പോയി, ഒരു 5 തവണ കേരളത്തിന് പുറത്ത് പോയി. നല്ല രീതിയിലുള്ള ഒരു പ്രഭാഷണ കരിയറിലെ തന്നെ ഏറ്റവും വലിയൊരു സമയമായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നീ ഇത്രയൊക്കെ പോയതല്ലേ, നിന്നെ ഞങ്ങൾ ആദരിച്ചില്ലെങ്കിൽ പിന്നെ ആരോട് ആദരിക്കുന്നൊക്കെ അവരിങ്ങനെ ചോദിച്ചു. അപ്പോൾ യൂത്തിൻ്റെ യൂണിയൻ്റെ പ്രസിഡന്റ് നമ്മുടെ അറിയാമല്ലോ, നമ്മുടെ ലിനീഷ് ടി ആക്കളമാണ്, AG തങ്കപ്പൻ്റെ മകനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇത് അവസാനം നാണക്കേടാകും കേട്ടോ, ഞാൻ കാശ് കൊടുത്ത് നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചെന്ന് എല്ലാവരും പറയും. അന്ന് ലിനീഷ് പറഞ്ഞൊരു മറുപടിയുണ്ട്, എടാ നമുക്ക് ആദ്യമായിട്ട് വീട്ടിൽ നമ്മൾ SLCക്ക് ഒരു A+ എല്ലാത്തിനും കിട്ടുമ്പോൾ സ്വന്തം അപ്പനും അമ്മയും വേണ്ടേ മോനെ നന്നായിടാന്ന് പറയേണ്ടത്. അതൊരു കറക്റ്റാണല്ലോ. അത് കഴിഞ്ഞ് വേണ്ടേ നാട്ടുകാർ വന്ന് പറഞ്ഞല്ലേ, നീ അത്യാവശ്യം ഇങ്ങനെയൊക്കെ കുടുംബയോഗങ്ങളിലൊക്കെ പറഞ്ഞു നടന്നിട്ട് ഇത്രയൊക്കെ മുന്നോട്ട് പോയില്ലേ, അപ്പോൾ നിന്നെ ഞങ്ങൾ അങ്ങ് ആദരിക്കുവാന്ന് പറയും. സത്യത്തിൽ അതാണ് സംഭവം. ശിവന്മാർ ആദരിക്കുന്നത് മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ. ഇത് ഓർത്തൊരു ഷാൾ ഇടുമെന്നാണ് ഞാൻ ഓർത്തത്. സത്യത്തിൽ ഇതിൻ്റെ പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്റർ ഞാനായിരുന്നു, ഞാനത് ആങ്കർ ചെയ്തതൊക്കെ. അപ്പോൾ പോലും ഇതൊരു അവാർഡാണെന്ന് അവർ പറഞ്ഞില്ല. വേദിയിൽ വന്ന് തുഷാർജി അത് പറയുമ്പോൾ മാത്രമാണ് ധർമ്മപ്രചാരക ഞാൻ ആ നോട്ടീസിലൊക്കെ ഉണ്ടെങ്കിലും അത്ര ശ്രദ്ധിച്ചുമില്ല. അത് ഞാൻ വീട്ടുകാരെങ്കിലും വിളിച്ചുകൊണ്ട് പോയേനെ. നമുക്കൊരു അവാർഡ് ഇവൻ അത്ര മോശക്കാരല്ലെന്ന് അച്ഛനും അമ്മയൊക്കെ അറിയിക്കണമല്ലോ. അതുപോലും പറ്റിയില്ല. വേദി വന്നപ്പോഴാണ് ധർമ്മപ്രചാരക പുരസ്കാരമായിട്ട് യൂണിയൻ തന്നത്. ഇതൊരു ഭയങ്കര സന്തോഷമായി. അത് വളരെ അപ്രതീക്ഷിതവും എനിക്ക് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിപ്പോയി. പക്ഷെ പിന്നീട് ഞാനത് ഒരു സാധാരണ ഇപ്പോൾ പ്രോഗ്രാമുകളൊന്നും ഫേസ്ബുക്കിൽ നടത്തില്ല. അത് മാത്രമൊന്നും ഫേസ്ബുക്കിൽ നോക്കിയിട്ട് ഒരു അവാർഡ് കിട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ താഴെ കമൻറ്റൊക്കെ വന്നു കേട്ടോ, സ്വന്തമായിട്ട് അവാർഡ് മേടിക്കണോ എന്നൊക്കെ. സ്വന്തമായിട്ട് മേടിച്ചതല്ല, അത് യൂണിയൻ തീരുമാനിച്ച് അവരെല്ലാവരോടും തന്നതാണ്. ഞാനും കൂടി ഉൾപ്പെടുന്ന കമ്മിറ്റിയിലായിരുന്നു. അത് ശരിയാണ്, പക്ഷേ അതങ്ങനെ സ്വീകരിച്ചു. പക്ഷെ എനിക്ക് ഒന്നുകൂടെ സന്തോഷം തോന്നിയത്, ഇപ്പോൾ നിങ്ങൾ ഈ കുടുംബയോഗം അത് വിളിച്ച് അതിൻ്റെ 1-2 പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ രാജീവേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ പ്രസ്ഥാനത്തിൽ ഇപ്പോൾ 25 വർഷങ്ങളായിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോൾ അതിനകത്ത് വന്നതാണ്. അപ്പോൾ അന്ന്
ഈ തിരുവാതിക്കല ശ്രീനാരായണ ധർമ്മസമിതിയുടെ ഒരു യൂത്ത് വിഭാഗം, അന്ന് ഞാൻ SNDP യൂത്ത് മൂവ്മെൻ്റ് അത് വന്നിട്ടില്ല, അതിൻ്റെ പേര് യുവജന സമിതി എന്നോ മറ്റായിരുന്നു, യുവജന സംഘം അങ്ങനെ അതൊരു പേരുണ്ടാക്കി, യുവജന സംഘം ഒരു പേരുണ്ടാക്കി. അപ്പോൾ അതിനകത്ത് ആദ്യം ഒരു കമ്മിറ്റിക്കകത്ത് നമ്മുടെ ലിജോയുടെ വീട്ടിൽ വെച്ചാൽ കമ്മിറ്റി ചെയ്യുന്നത്, ലിജോയുടെ വീട്ടിൽ. അതാണ് ഈ പുളിച്ചിപ്പറമ്പ് ലിജോയുടെ ഇവരൊക്കെ അന്നാണ് പരിചയപ്പെടുന്നത്, പിന്നെ വലിയ ഫ്രണ്ട്സായി ഒരു മാറി. ആ കമ്മിറ്റി വെച്ചിട്ടാണ് എന്നെ ഇതിൻ്റെ കമ്മിറ്റി അങ്ങ് ആക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ആദ്യമായി ഒരു ശ്രീനാരായണ പ്രസ്ഥാനത്തിൽ കാല് വെക്കുക. അവിടുന്ന് പക്ഷേ ഗുരു വലിയൊരു പാതയിലേക്ക് നമ്മളെ തിരിച്ചു വിടുമെന്ന് എനിക്കന്ന് മനസ്സിലായില്ല. ആരാണ്ടൊക്കെ ചോദിച്ചപ്പോൾ എന്തോ ഒരു കമ്മിറ്റി എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പതിയെ അതിൻ്റെ യൂത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയായി, അതിൻ്റെ യൂത്തിൻ്റെ സെക്രട്ടറിയായി, അതിൻ്റെ തന്നെ സെക്രട്ടറിയായി. അപ്പോഴേക്കും തിരുവാതിക്കൽ SNDP ശാഖായോഗം അവരുടെ യൂത്ത് മൂവ്മെൻറ്റിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അങ്ങനെ യൂത്തിൽ വരുന്നു. അവിടെ നിങ്ങോട് യൂത്ത് മൂവ്മെൻറ്റിൻ്റെ സംസ്ഥാന കമ്മിറ്റി വരെയുള്ള ഒരു 25 വർഷത്തെ യാത്രയിൽ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളും എക്സ്പീരിയൻസിലും ജീവിതമാകെ മാറി. വേറൊരാൾക്ക് ഒരു 17 വർഷമായിട്ട് പ്യുവർ വെജിറ്റേറിയനായി മാറി. ജീവിതം ഗുരുവിൽ മാത്രമായി. അപ്പോൾ അതുകൊണ്ട് ജീവിതത്തിൽ പുരോഗതി മാത്രമേ വന്നുള്ളൂ. അത് എൻ്റെ ലൈഫ് മാത്രമാണ് എനിക്ക് നിങ്ങളോട് വെക്കാനുള്ളത്. അതുപോലെ പ്രിയപ്പെട്ട ഇപ്പോൾ മഞ്ജുജിയുടെ ഒക്കെ ശാഖ ഞാൻ പോയിട്ടുണ്ട്. ഇവിടെ രഞ്ജിത്ത് ഭായിയുടെ ചേച്ചിയാണ്. അത് രഞ്ജിത്തൊക്കെ പണ്ടത്തെ സുഹൃത്തുക്കളാണെങ്കിലും ഇപ്പോൾ ഈ ചേച്ചി ഇവിടെ പറഞ്ഞ പോലെ ഈ കുടുംബയോഗത്തിലൊക്കെ നമ്മൾ പേടിച്ച് ഇപ്പോൾ പിന്നെ നമ്മൾ സ്പീച്ച് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വേഗം ഓടിച്ച് സ്റ്റേജിലും കയറുമോ. പണ്ട് അങ്ങനെയൊന്നുമല്ല. അടുത്ത ഞായറാഴ്ച കുടുംബയോഗത്തിൽ സ്പീച്ചിന് ആരെങ്കിലും വിളിച്ചാൽ പിന്നെ അന്ന് ഉറക്കം പോയി. എന്നാ പറയും, എന്നൊക്കെ ചെയ്യും. ശനിയാഴ്ച രാത്രി ഉറങ്ങത്തേ ഇല്ല. അയ്യോ നാളെ പ്രഭാഷണം, പുസ്തകങ്ങൾ വായിച്ച് നോട്ടുകളൊക്കെ കുറിച്ച് അങ്ങൊരു കാലമുണ്ട്. അന്ന് ബൈക്കുമില്ല, കാറുമില്ല, ഒരു സാധനമില്ല. ബസ്സേ കയറി മറിയപ്പള്ളി പോകുമ്പോൾ അന്ന് എന്നെ സ്കൂട്ടറെ കയറ്റി കുടുംബയോഗത്തിൽ ഇങ്ങനെ കൊണ്ടുപോയിട്ട ആളാണ് ഇപ്പോൾ ഇത് ഷൂട്ട് ചെയ്ത് രഞ്ജിത്ത്. ഇതൊക്കെ നമുക്ക് മറക്കാൻ പറ്റത്തില്ല. വലിയൊരു അനുഭവങ്ങളുടെ തലം ഇതിനകത്തുണ്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും നല്ലൊരു സമയം ഞാൻ ഇവിടത്തെക്കുറിച്ച് പറയാൻ കാരണം, തിരുവാതിക്ക ശാഖയെന്ന് വേറൊരു ഭരണ സംവിധാനത്തിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾക്കാർക്കും വലിയൊരു ആക്സസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ബെൻസാൽ, അതുപോലെ രാജുവേട്ടൻ, ഞങ്ങളെല്ലാവരും ഈ ഒരു മേഖല, ഞാൻ അങ്ങനെയാണ് ഈ പള്ളിക്കോണം ഭാഗം ഈ ലൈഫിൽ പോയിട്ടേ ഇല്ല. ഇവിടുത്തെ എനിക്കിപ്പോൾ അതിൽ പോയ വഴിയൊന്നും അറിയത്തില്ല. അവിടുത്തെ ഓരോ ഇടവഴിയും കാണാപ്പാടമായിരുന്നു. ഓരോ ഇടവഴിയും എനിക്ക് സ്വന്തം നാടിനെ കഴിഞ്ഞ സുഹൃത്തുക്കൾ ഇവിടെയായിരുന്നു. എത്രയോ ആളുകൾ നമ്മുടെ ഒരു എല്ലാവരുടെയും പേരൊക്കെ ഞാൻ മറന്നുപോയി. നമ്മുടെ ആനന്ദിയേട്ടൻ, നമ്മുടെ ഏഷ്യാനെറ്റിലെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഭയങ്കര ബന്ധം. അതിനുശേഷമാണ് പിന്നീട് ശാഖ വരുന്നു, യൂണിന് വരുന്നു, അങ്ങനെ അങ്ങ് മാറി. ഇപ്പോൾ എല്ലാവരും ഒന്ന് കാണാൻ പറ്റി. കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും കുടുംബയോഗത്തിൽ വന്ന്, ഈ കുടുംബയോഗത്തിൻ്റെ പ്രത്യേകതയുണ്ട്. നമ്മൾ ആ ഒരു 10-50 പേരെ കാണുള്ളൂ. നമ്മളെല്ലാവരും സംസാരിക്കുമ്പോൾ അവർ നമ്മുടെ മുഖത്തോട്ട് നോക്കും, നമ്മുടെ തമാശ വരുമ്പോൾ അവർ ചിരിക്കും. അത് വേറൊരു ഫീലാണ് കുടുംബയോഗം. ഞാൻ ഒത്തിരി വർഷങ്ങളായി കുടുംബയോഗത്തിൽ പോയിട്ട്. ഭയങ്കര ആരോപണങ്ങളാണ്. 1 ലക്ഷം രൂപ തന്നാലേ ബിമിഷം വരുള്ളൂ എന്നാണ് പറയുന്നത്. 1 ലക്ഷം രൂപ. അങ്ങനെയുള്ള പിന്നെ നമുക്ക് വേറെ ജോലിക്കൊന്നും പോകണമെന്ന് പറഞ്ഞ പോലെ. അതുകൊണ്ട് കുടുംബത്തിൽ വിളിക്കാൻ പറ്റത്തില്ല. പുള്ളിക്ക് 1 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നമുക്ക് ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് പല ആരോപണങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ എപ്പോഴും കുടുംബയോഗം ഒരു ഭയങ്കര സന്തോഷമാണ്. ഞാൻ അഡ്രസ്സ് ചെയ്തിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസിലെ ഏറ്റവും വലിയ വേദിയായിട്ട് എൻ്റെ ഓർമ്മയിലുള്ളത് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ ആറാട്ടിനാണ്. 35,000 പേരാണ് നമ്മുടെ ഫ്രണ്ടിൽ. 35,000 പേര്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഒരു 5,000 പേര് മതിലിൻ്റെ പുറത്തായിരിക്കും. ബാക്കി ഒരു 5,000 പേര് മറ്റേ ഐസ്ക്രീം കഴിക്കുമായിരിക്കും. ബാക്കി ആൾക്കാർ കടല മേടിക്കുമായിരിക്കും. കുറച്ച് പേര് മരണക്കിണർ കണ്ടുകൊണ്ട് നമുക്കിട്ട് ഇങ്ങനെ നോക്കും. ആരാ എന്താ പറയുന്നതെന്ന് ആർക്കും അറിയാൻ പറ്റില്ല. നമ്മളൊരു സംഭവം പറഞ്ഞ് പകുതിയാകുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ 5,000 പേര് കാണും. ഇത് അടുത്ത ഘട്ടമാകുമ്പോൾ ഈ 5,000 വിട്ട് അടുത്ത 5,000 വരും. ആരും ഒന്നും കേട്ടുമില്ല, ആർക്കും ഒരു പ്രയോജനവുമില്ല. പക്ഷെ അങ്ങനെയല്ല കുടുംബയോഗം. ഒരു 45-50 പേരെ കാണുള്ളൂ. ഇവരിലൊരു 30 പേരെങ്കിലും നമ്മൾ പറയുന്നത് കേട്ട് നമ്മുടെ കൂടെ യാത്ര ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും പരമ ഗുരുഭക്തരായി മാറുക. ചേച്ചി ഒരു ധ്യാനമൊക്കെ നിങ്ങൾ നടത്തി കൊള്ളാലോ. ഇതൊക്കെ ഡെയിലി പ്രാക്ടീസ് ചെയ്ത ചെറിയ കാര്യമല്ല കേട്ടോ. ടെൻഷൻ വരുമ്പം, ദേഷ്യം വരുമ്പം, വലിയ പ്രതിസന്ധി വരുമ്പോൾ വെറുതെ ഒരു 5 മിനിറ്റ് എവിടെയും മാറി കണ്ണടച്ച് ചേർത്തിട്ട് ഇങ്ങനെയൊക്കെ സങ്കല്പിച്ച് നോക്കിയേ, ഭയങ്കര ചേഞ്ച് ഉണ്ടാവും. നമ്മളൊരു ഗ്ലാസ് പെട്ടെന്ന് ചൂടായി അതേ തൊടാൻ മേലാതിരിക്കുമ്പോൾ അതെടുത്തൊരു 5 മിനിറ്റ് വെള്ളത്തിൽ കഴിയുമ്പോൾ അത് പിടിക്കാമല്ലോ. ഇത്രയേ ഉള്ളൂ. നമ്മളാലെ കൊച്ചിന് പാൽ കൊടുക്കാൻ നേരത്ത് അത് ഭയങ്കരമായിട്ട് ചൂടാണെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ആറ്റി അതിനെ തണുപ്പിക്കുമല്ലോ. സെയിം പ്രോസസ്സാണ് നിങ്ങളെ കൊണ്ടാ ചെയ്യിച്ചത്. ഇതൊക്കെ ചെയ്ത് നോക്കിയാൽ മതി. വലിയ ടെൻഷനൊക്കെ ഒരു മാറിക്കോളും. അപ്പോൾ അവസാനിപ്പിക്കുന്നു. ഒരു കാര്യം കൂടെ, എനിക്ക് ഇതുണ്ടെന്ന് ഞാൻ ഓർത്തില്ല. ഇത് ഞാൻ എൻ്റെ വീട്ടിൽ വെക്കാം. അത് ഭയങ്കര സന്തോഷം. നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്ന് കിട്ടിയതാണല്ലോ. അപ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം ശാഖയിൽ നിന്നൊന്നും അങ്ങനെയൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ അടുത്തുള്ളത് തന്നു. ഞാനിങ്ങനെ തമാശയ്ക്ക് പറയുമായിരുന്നു, എൻ്റെ അനിയത്തി അത്യാവശ്യം പടമൊക്കെ വരയ്ക്കും, ഡാൻസൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞാൻ തമാശയ്ക്ക് അമ്മയോട് പറയുമായിരുന്നു, ചെറുപ്പത്തിൽ എൻ്റെ അമ്മ എന്നെ ഒരു കഴിവുമില്ലാതാണോ അമ്മ പ്രസവിച്ച് അമ്മ എന്നെ പണിയാണ് കാണിച്ചതെന്ന്. പടം അറിയാൻ പറ്റില്ല, ഡാൻസ് അറിയാൻ പറ്റില്ല, ഒരു കുന്തം അറിയാൻ പറ്റില്ല. അപ്പോൾ അമ്മ എന്നോട് അന്ന് തമാശയ്ക്ക് പറയണം, നിനക്ക് എന്തെങ്കിലും ഒരു കഴിവ് കാണും. അത് കുറേ കഴിവ് ഇങ്ങനെ ഒരു പബ്ലിക് അഡ്രസ്സ് അതുണ്ടെന്ന് പിന്നെ നമ്മൾ തിരിച്ചറിഞ്ഞു. പക്ഷെ അതിലൊത്തിരി എക്സ്പോഷർ ഗുരുദേവൻ തന്നു. ഈ ലാസ്റ്റ് ഞാനിവിടെ അജ്മാനിലൊരു പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ അവരെനിക്ക് ഒരു ചെറിയ സ്വീകരണം ദുബായിൽ വെച്ചായിരുന്നു. അപ്പോൾ എനിക്കൊരു ബുർജ് ഖലീഫയാണ് തന്നത്, ഒരു 4 അടി പൊക്കമുള്ള ബുർജ് ഖലീഫ. അപ്പോൾ ഞാൻ അവരുടെ വീട്ടിൽ പറഞ്ഞായിരുന്നു, ഇത് മേളിലൊരു ഇതുണ്ടാക്കിയിട്ട് അവിടെ ഇതൊക്കെ ഞാൻ വെക്കും. പക്ഷേ ഇത് കയറി വരുന്ന മുറി തന്നെ ഈ ബുർജ് ഖലീഫ് വെച്ചേക്കും ഞാൻ പറഞ്ഞു.
കാരണം അതെനിക്ക് ഭയങ്കര, അത് ഞാൻ ഇവിടം വരെ പൊട്ടാതെ കൊണ്ടുവരാൻ വേണ്ടി വലിയ പാടായിരുന്നു. അത് വലിയ തുണികളൊക്കെ ഇട്ട് പൊട്ടി അറിയാമല്ലോ, ഇതൊരു ഒറ്റ എയറല്ലേ ഇവന്മാർ. അത് പള്ളിയിൽ സൂക്ഷിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവരും കാണിച്ചിട്ട് അങ്ങ് മാറ്റി വെച്ചേക്കുക. പുതിയ വീടിൻ്റെ മേൽ റൂഫിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്, കയറി വരുന്നിടത്ത് തന്നെ. അതിനോടൊപ്പം എനിക്കതിപ്പോൾ ഒരു 100-200ഓളം ഇങ്ങനത്തെ മൊമെൻറ്റുകൾ ഇപ്പം വീട്ടിലുണ്ട്. അതല്ല ഒരെണ്ണം ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് കൊതിച്ചിട്ടുണ്ട്. ഒരെണ്ണം ഈ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ആൾക്കാരുടെ വീട്ടിൽ ഇതൊക്കെ ഇരിക്കുമ്പോൾ എൻ്റെ ദൈവമേ എനിക്കെന്നാ ഇതൊരെണ്ണം കിട്ടുന്ന ആഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇഷ്ടം പോലെ വെക്കാൻ നമുക്ക് സ്ഥലമില്ലാത്ത പോലായി. പക്ഷേ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ജനിച്ച് വളർന്ന് ശ്രീനാരായണ പ്രസ്ഥാനത്തിൽ കാലുവെച്ച് ആദ്യമായി കുടുംബയോഗങ്ങളിൽ വന്ന ഈ മണ്ണിൽ ഒരു കാലത്ത് മികച്ച കൂട്ടുകാരായിരുന്ന ഒരു കാര്യം കൂടെ പറയാമേ. ഈ ശാഖായോഗത്തിൻ്റെ വണ്ടിയിൽ ഇഷ്ടം പോലെ ശിവഗിരിക്ക് പോയിട്ടുണ്ട്. ഇഷ്ടം പോലെ 1-2 തവണ. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ശാഖക്കാർ അവിടെ ഇറങ്ങൂ, ഇവിടെ ഇറങ്ങൂ, ഇത്ര മണിക്ക് കയറൂ, നമ്മളിങ്ങനെ ആട്ടിൻകൂട്ടത്തെ കൊണ്ടുപോകുന്ന പോലെ ഞങ്ങൾ പോയിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും ശിവഗിരി കണ്ടിട്ട് പോലുമില്ല. അതിനുശേഷം നന്നായി ഒന്ന് ശിവഗിരി കാണാൻ പോകുന്നത് ഒരു ജനുവരി 1-ന്. അതെനിക്കൊന്ന് ബെനസാലിൻ്റെ ഒക്കെ ഒരു പ്ലാനായിരുന്നു. നമുക്ക് ഈ ജനുവരി 1 ആകുമ്പോൾ, ഇപ്പോൾ അതിനൊന്നുമില്ല, തിരക്കാണ്. അന്ന് തിരക്ക് കുറയും. രാജീവേട്ടൻ അന്നൊരു ജീപ്പ് എടുത്തു. ഓർക്കുന്നുണ്ടോ രാജീവേട്ടാ? സുമോ. ആ സുമോയിലാണ് ഞങ്ങൾ പോകുന്നത്. ഒരു 10-20 കൊല്ലമായില്ലേ ഏറ്റവും കുറവ്. അന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ ബസ്സിൽ പോകാതെ ഒരു ജീപ്പിൽ സ്വന്തം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാം 2 ആഴ്ച ഒരിക്കൽ ശിവഗിരി, നാളെ ഒന്നുകൂടെ പോവാം. അതൊരു ശീല. ഫ്രീ ആണെങ്കിൽ അപ്പം ശിവഗിരി വൈകുന്നേരം പോവുക, അവിടെ ഇരിക്കുക. അതുകൊണ്ട് ഞങ്ങളുടെ ടീം തന്നെയുണ്ട്. അപ്പോൾ അന്ന് ആദ്യമായിട്ട് പോകുന്നത്, അന്ന് ഞങ്ങളുടെ സഹയാത്രയാണ് നമ്മുടെ ചിന്നപ്പച്ചേട്ടൻ. എവിടെ പോയാലും ദോശ മേടിച്ച് തരുന്ന, എവിടെ പോയാലും ഫുഡ് മേടിച്ച് തരുന്ന, അന്ന് ഞങ്ങളുടെ ATM മെഷീനായിട്ട് കൂടെ ഉണ്ടായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നത്, നമ്മൾ പഠിക്കുമല്ലോ, 5 വയസ്സ് കയ്യിലില്ലല്ലോ. ആ ഒരു ടീം ചേർന്നിട്ട് ഇത് തരുന്നതിൻ്റെ ഒരു വാല്യൂ ഭയങ്കര വലുതാണ്. സോ എൻ്റെ പുതിയ വീടിൻ്റെ കയറി വരുന്ന സ്വീകരണ മുറിയിൽ ആർക്കും ആദ്യം കാണാത്ത രീതിയിൽ ഈ കുടുംബയോഗം തന്ന ഈ മൊമെൻറ്റോ തീർച്ചയായിട്ടും ഉണ്ടാവും. അതവിടെ ആവശ്യം മാത്രം പറയുന്നു. പിന്നെ ഒരു ചെറിയ കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. ചേച്ചി നിങ്ങളെ കൊണ്ട് പറഞ്ഞല്ലോ, ധ്യാനത്തിൽ എൻ്റെ ഹൃദയം ലയമാർന്നിടട്ടെ. ഏറ്റവും നല്ലതായി നിങ്ങളെല്ലാവരും ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയാണത്. സമയമുള്ളപ്പോഴൊക്കെ ചൊല്ലിക്കോണം. ഏതാണ്ട് 19 ശ്ലോകങ്ങളുണ്ട്. ചൊല്ലി വരുമ്പോൾ ഒരു 13 മിനിറ്റ് വരെ നമുക്കെടുക്കും. 10 മിനിറ്റ് മുതൽ 13 മിനിറ്റ് വരെ അതിൻ്റെ ഒരു ഒറേഷൻ ടൈം നമുക്ക് നോക്കിയാൽ കിട്ടും. അത് എഴുതാൻ ഒരു സാഹചര്യം. 1927 ജൂൺ 14 ജൂൺ മാസത്തിൽ ഗുരു 4 ക്ഷേത്രങ്ങളാണ്. അതോടുകൂടി ഗുരു ക്ഷേത്രങ്ങൾ നിർത്തി. 1927 ജൂൺ മാസം 6 പാലാ ഇടപ്പാടി ആനന്ദ ഷൺമുഖം. പിറ്റേ ദിവസം ജൂൺ 7 പൂഞ്ഞാർ ആകൽപാന്ത പ്രചോദിനി. ഒരു 7 ദിവസം കഴിഞ്ഞ് ജൂൺ 14 ചേർത്തല കളവങ്കോടം അർദ്ധനാരീശ്വരം. നമ്മളെല്ലാവരും കണ്ണാടി നമ്മുടെ അമ്മമാരെ പാടുമല്ലോ, കളവങ്കോട്ടങ്ങ് കണ്ണാടിയല്ല അർദ്ധനാരീശ്വരം ഗുരു പ്രതിഷ്ഠിച്ചത് ജൂൺ 14. വീണ്ടും ഒരു 11 ദിവസം കഴിഞ്ഞ് ജൂൺ 25 ഉലല ഓംകാരേശ്വരം. അതോടുകൂടി ഗുരു ക്ഷേത്രസഭയിൽ സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ ഇതിന് മുമ്പായിട്ട് ഈ കളവങ്കോടത്ത് സാമുദ്രപാദങ്ങൾ വന്നിരിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ അത് നിങ്ങൾക്ക് അതെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. ഈ കണ്ണാടി വെക്കുന്നു, കണ്ണാടിയുടെ പുറകെ അതൊക്കെ പോട്ടെ. ഇതെല്ലാം കഴിഞ്ഞൊക്കെ നിങ്ങൾ പിന്നെ വായിച്ചൊക്കെ നോക്കിയാൽ മതി. നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ട്. 200 കുടുംബയോഗമായല്ലോ. സ്വാമി അങ്ങോട്ട് മാറിയിരിക്കുമ്പോൾ അവിടെ ഒരു കരിയിൽ ദാമോദരൻ എന്നുള്ളതാണ്. കരിയിൽ ദാമോദരൻ ഒരു ഗുരുഭക്തനാണ്. ഉടുപ്പിടാത്ത മനുഷ്യനാണ്. എപ്പോഴും വെള്ളം മുണ്ടെടുക്കും, ഒരു ഒത്തിരി ഇടും. പരമ ഗുരുഭക്തനാണ്. എവിടെ ഗുരുവിനെ കണ്ടാലും പാദങ്ങളിൽ വന്ന് വീഴും. ഈ കരിയിൽ ദാമോദരൻ ഗുരുദേവൻ്റെ ഫ്രണ്ട് വന്നിരുന്നിട്ട് എല്ലാ കൃതി അങ്ങോട്ട് ചൊല്ലാൻ തുടങ്ങി. വാസുദേവാഷ്ടകം, ഗുഹാഷ്ടകം, നവമഞ്ജരി അങ്ങ് ചൊല്ലുവോ, ഗംഭീരമായിട്ട് ചൊല്ലുവോ. അപ്പോൾ ഗുരു ഇത് കണ്ട് ഇങ്ങനെ ഒരു ചെറിയ ചാരുകസേരയുണ്ട്. സ്വാമി ഇങ്ങനെ താളം പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കരിയിൽ ദാമോദരൻ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ കരിയിൽ ദാമോദരൻ ഓരോ കൃതി എടുക്കുമ്പോൾ പറയും, സ്വാമി ഞാൻ അടുത്ത് ചൊല്ലാൻ പോകുന്നത് കോലധീരശസമാണ് കേട്ടോ. അപ്പോൾ ഗുരു ചിരിക്കും. അപ്പോൾ അടുത്ത് ബോധാന സ്വാമിയുണ്ട്, നോക്കൂ, നമ്മളുടെ നരസിംഹദാസ് സ്വാമിയുണ്ട്, ഉല്ലല ഓംകാരേശ്വര ക്ഷേത്രത്തിൻ്റെ ആദ്യത്തെ മേൽശാന്തിയായിരുന്ന നീലകണ്ഠൻ ശാന്തിയുണ്ട്. വമ്പന്മാർ നിൽക്കുക. അപ്പോൾ ഇവരുടെ മുമ്പിൽ വന്നൊരു കൃതി അങ്ങോട്ട് ചൊല്ലുക. അപ്പോൾ സ്വാമി കോലത്തുകരെ വെച്ച് അവർക്ക് എഴുതി കൊടുത്ത കോലതിരസവം ചൊല്ലി. ഇതങ്ങോട്ട് കഴിഞ്ഞ ഉടനെ സ്വാമി അരുമാനൂർ വെച്ച് സ്വാമി എഴുതി കൊടുത്ത നായനാർ പദ്യങ്ങൾ ഇതിങ്ങനെ പറഞ്ഞ് ഓരോ കൃതിയും ഗുരു എവിടെ വെച്ച് എഴുതിയെന്നൊക്കെ പറയുക. ഇത് കഴിഞ്ഞപ്പോൾ ഒരു അമ്മ അവിടെ ഇരുന്നോട്ട് പറഞ്ഞു, സ്വാമി ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഇവർക്ക് പ്രാർത്ഥനയൊക്കെ എഴുതി കൊടുത്തുവല്ലോ, ഞങ്ങൾക്കൊന്നും ഇല്ലേ എന്ന്. അവർ ചോദ്യമാണല്ലോ അല്ലേ? ശരിയല്ലേ? മണ്ണന്തലക്കാർക്ക് വേണ്ടി മണ്ണന്തല ദേവി സഭം അങ്ങനെ ചൊല്ലിക്കൊടുക്കുക. കുന്നും പാറയെ വെച്ച് സുബ്രഹ്മണ്യ കീർത്തനം. ഓരോ കൃതിയും അതിനുവേണ്ടി ഒരു പശ്ചാത്തലമുണ്ട്. സ്വാമി ചേർത്തല ഞങ്ങൾക്കൊരു കൃതി തരാൻ മേലെന്ന് സ്വാമി അങ്ങ് ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പറഞ്ഞു, അല്ല സ്വാമി ഓരോ സ്ഥലത്ത് ഇവർക്കെല്ലാം കൃതി കൊടുത്തല്ലോ, ഞങ്ങൾക്കും കൂടി ഈ കളവങ്കോടത്തേക്ക് ഒരു കൃതി വേണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഗുരു ചിരിച്ചിട്ട് പറഞ്ഞു, ബോധാനന്ദ ഇവർക്ക് നീ ഒരു പ്രാർത്ഥന പറഞ്ഞു കൊടുക്കാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ ബോധാനസ്വാമി അങ്ങനെ അധികം കൃതി ഒന്നും എഴുതിയിട്ടുള്ള ആളല്ല. ഒരു സാഹിത്യത്തിൽ വലിയ ഒരു ആസ്പിറേഷൻ ഒന്നുമില്ല. 2-3 ബുക്കുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നീ ഒരു പ്രാർത്ഥന പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞ് ബോധാനസ്വാമി ഞെട്ടിപ്പോയി.
ഇപ്പം നിങ്ങളിരിക്കുന്ന പോലെ കുറച്ച് അമ്മമാർ ഗുരുവിൻ്റെ ഫ്രണ്ട് ഇരിക്കുന്ന ഒരു പന്തലൊക്കെ ഉണ്ട്, ക്ഷേത്രം. അപ്പോൾ ഇവിടെ ഈ ക്ഷേത്രം വേണ്ടെന്ന് തർക്കിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. രംഗം അത്ര ശാന്തമല്ല, അവിടെ ഒരു സംഘർഷ സ്വഭാവമൊക്കെ ഉണ്ട്. സ്വാമി ഇങ്ങനെ കാല് നീട്ടിയിട്ടിരിക്കുന്നു. അപ്പോൾ സ്വാമി ഞാൻ എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് ചോദിക്കാനായിരിക്കും. ബോധാനന്ദ സ്വാമി ഗുരുവിനിട്ട് നോക്കുമ്പോൾ സ്വാമി ഇടത് കൈ ഇങ്ങനെ വെച്ചിട്ട് വലത് കൈ അതിനകത്ത് വെച്ചിട്ട് ശിരസിലൂടെ മുണ്ടിങ്ങനെ, അറിയാലോ ഗുരു ഒരു മുണ്ട് ഉടുക്കും മറ്റൊരു മുണ്ട് പുതയ്ക്കും. ഈ മുണ്ട് പുതച്ചിട്ട് കണ്ണടച്ചൊരു ഒറ്റ ധ്യാനം. ബോധാനന്ദ സ്വാമിക്ക് ചോദിക്കാനും പറ്റിയില്ല. ചേട്ടാ ധ്യാനിച്ച് സ്വാമി തട്ടി വിളിക്കാൻ പറ്റുമോ? സ്വാമി കണ്ണടച്ചിരിക്കുവാണല്ലോ, ഇനി എന്തോ എഴുതും. ബോധാനന്ദ സ്വാമിക്ക് ആകെ ഒരു അങ്കലാപ്പ്. ഒന്നുകൂടെ ഗുരുവിനിട്ട് നോക്കി ഒരൊറ്റ ചൊല്ല്, ധ്യാനത്തിൽ എൻ്റെ ഹൃദയം ലയമാർന്നിടട്ടെ. ഇനി ചൊല്ലുമ്പോൾ ഈ സാഹചര്യമൊക്കെ ഓർത്തോണേ. നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് സാധനം കയറും. ധ്യാനത്തിൽ എൻ്റെ ഹൃദയം ലയമാർന്നിടട്ടെ. അടുത്തൊരു വരിയുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ദൈവത്തിനൊത്ത ഗുരുവര്യനെയും വരിച്ച് ആണല്ലോ. സാമൂഹിക പരിഷ്കർത്താവിനൊത്ത ഗുരു എന്ന് പറഞ്ഞില്ല, നവോത്ഥാന നായകനൊത്ത ഗുരു എന്ന് പറഞ്ഞില്ല, ശരിയല്ലേ? ഒരു മനുഷ്യനൊത്ത ഗുരു എന്ന് പറഞ്ഞില്ല, ഒരു കവിക്കൊത്ത ഗുരുവെന്ന് പറഞ്ഞില്ല, ഒരു വിപ്ലവകാരിക്കൊത്ത ഗുരുവെന്ന് പറഞ്ഞില്ല. സ്വാമി ഇടതുവശത്തിരിക്കുമ്പോൾ കേട്ടോണ്ടിരിക്കുമ്പോൾ കണ്ണടച്ചിരിക്കുമായിരുന്നു. ദൈവത്തിനൊത്ത ഗുരുവര്യനെയും വരിച്ച്. നിങ്ങൾ ചൊല്ലിക്കോണം. ആദ്യഗംഭീരമാണ്, ആദ്യഗംഭീരം. അതിനകത്തുണ്ടല്ലോ ഈ ലോക്കൽ പ്രാർത്ഥനയൊന്നുമില്ല. ദൈവമേ എനിക്ക് ലോട്ടറി അടിക്കണേ, ദൈവമേ എനിക്ക് വീട് വെക്കണേ, ദൈവമേ എൻ്റെ മകൾക്ക് എല്ലാത്തിനും A+ കിട്ടണേ, ദൈവമേ അപ്പുറത്തെ വീട്ടുകാരൻ്റെ ആ മാവിൻ്റെ കമ്പ് എൻ്റെ വീട്ടിൽ വീഴും, അവൻ്റെ കമ്പ് കരിഞ്ഞു പോണേ. അയ്യോ ഒരു അമ്മ പ്രാർത്ഥിച്ചതാ, അത് ശരിക്കും സംഭവം. ഞാൻ പിന്നെ അതൊക്കെ സമയമില്ലാത്തതുകൊണ്ട് അത് പറയുന്നില്ല. അപ്പുറത്തെ വീട്ടിൽ അവൻ്റെ പുളിങ്കമ്പ് കരിഞ്ഞു പോകണമെന്ന് ഗുരുദേവന് കൊട്ടേഷൻ കൊടുക്കുമെന്ന്. നമ്മുടെ പ്രാർത്ഥന എങ്ങനെയൊക്കെയാണ്? ഇങ്ങനെയുള്ള ഒരു ലോക്കൽ പരിപാടികളും അതിനകത്തില്ല. ആ പ്രാർത്ഥന ചേച്ചി അത് പറഞ്ഞ് അവസാനിപ്പിച്ചതാണ്. എനിക്ക് പെട്ടെന്ന് തോന്നുന്നത് അതൊക്കെ ഞാനൊക്കെ മറന്നു പോകും പറയാൻ. കേട്ടു നല്ലതാണ്. ഒരുതരം കൗൺസിലിങ് നിങ്ങളുടെ മനസ്സിനെ സ്വയം മാറ്റിമറിക്കും. എന്നാൽ ഉപദ്രവം ഒരുത്തനും ഒന്നുകൊണ്ടും എന്നാളു മേൽക്കരുത് ഞാൻ കരുതാതെ കണ്ടും നന്നായി വരട്ടെ മമ വൈരിജനങ്ങൾ പോലും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എൻ്റെ ശത്രുക്കൾ പോലും നന്നാകണേ എന്ന് നമ്മുടെ മനസ്സിനെ നമ്മൾ പഠിപ്പിക്കുക. പിന്നെ നമ്മളെ അയലോക്കത്തെ വീട്ടിലെ കോഴി ഇപ്പുറത്ത് കയറി എന്ന് പറഞ്ഞ് വഴക്കൊന്നും ഉണ്ടാക്കുമല്ലെന്നേ. നമുക്ക് വലിയ മാറ്റം ഉണ്ടാകും. നമ്മൾ ആരെങ്കിലും നമ്മുടെ നേരെ ഒരു വണ്ടി ഇങ്ങോട്ട് ഒന്ന് പാലത്തെ, എൻ്റെ വണ്ടിക്ക് റിവേഴ്സ് ഇല്ല, നീ പോടാ പുറകോട്ടെന്ന് പറയുവേല, സോറി കേട്ടോ എന്ന് പറയാനുള്ള ഈഗോ മാറി നിൽക്കും. അതിഗംഭീരം. സാധിക്കുമെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും ചൊല്ലണം. നമ്മുടെ മക്കളെ കൊണ്ടൊക്കെ ചൊല്ലിക്കേണ്ട കാര്യം, മക്കളെ കൊണ്ടൊക്കെ. കാരണം ഇപ്പോൾ ഈ ഒരു ചെറിയ കാര്യം ഉണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യുക, ശരിയല്ലേ? അച്ഛൻ മൊബൈൽ ഫോൺ എടുത്ത് അലമാരി പൂട്ടി വെച്ച് മകൻ തൂങ്ങി മരിച്ചെന്ന്. തമാശ അല്ലല്ലോ, പത്രത്തിൽ വായിക്കുന്നുണ്ടല്ലോ. മകളോട് അല്ലെങ്കിൽ ഇത്തവണ നിനക്ക് ബൈക്ക് മേടിച്ച് തരത്തില്ലെന്ന് പറഞ്ഞു ട്രെയിൻ മുമ്പിൽ ചാടി. ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് നിങ്ങൾ കേട്ടായിരുന്നല്ലോ, ഈ ഒരു മേഘ എന്ന് പറയുന്നൊരു പെൺകുട്ടി ട്രിവാൻഡ്രം എയർപോർട്ടിലെ ഇമിഗ്രേഷൻ ഓഫീസറാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇമിഗ്രേഷൻ ഓഫീസറാണ്. അവൾ ഡെയിലി ഫോൺ വിളിക്കുന്ന അവളുടെ ബോയ് ഫ്രണ്ട് അവളെ ബ്ലോക്ക് ചെയ്ത് ഫോൺ എടുത്തില്ല, അവൾ ആത്മഹത്യ ചെയ്ത്. എന്തൊരു കഷ്ടമെന്ന് പറ. ഇവൻ ഫോൺ എടുത്തില്ലെങ്കിൽ അടുത്തവനെ വിളിച്ചാൽ പോരെ? സിമ്പിൾ കാര്യമല്ലേ? അതിനെന്തിനാ അപ്പോൾ ആത്മഹത്യ ചെയ്യുന്നേ? നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സ്. ഈ ഇമിഗ്രേഷൻ ഓഫീസർ ചെറിയ ആളല്ല കേട്ടോ, ചെറിയ ആളല്ല. എനിക്ക് എൻ്റെ അധികാരം അറിയാവുന്ന ആളാണ്. നമ്മൾ ഈ ചില രാജ്യങ്ങളിൽ നമ്മൾ പോയി ഇറങ്ങുമ്പോൾ അവിടെ ഒരു എൻട്രി ഫീസ് ഉണ്ട്. കുവൈറ്റിൽ പോവുകയാണെങ്കിൽ 5 KD അടയ്ക്കണം, 5 KD. എൻ്റെ ഈ പൈസ അവർ അടച്ചിരുന്നതാണ്. പക്ഷേ ഇതിൻ്റെ റെസീറ്റ് ഇവിടെ കാണിക്കണം. അവരെനിക്ക് അയച്ചതൊന്നുമില്ല, എനിക്കത് അറിയത്തുമില്ലായിരുന്നു. അപ്പോൾ എന്നോട് മറ്റേ ജസീറയുടെ ഒരു അൽ ജസീറ എന്ന് പറഞ്ഞൊരു ഫ്ലൈറ്റാണ്. അവരെന്നോട് കേട് സാധനം എന്ത് ചെയ്യും എനിക്കറിയത്തില്ല, എന്നെ പിടിച്ച് മാറ്റി നിർത്തി. ഈ ഇമിഗ്രേഷൻ ഓഫീസർ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞാൽ മാറി നിൽക്കണം. മന്ത്രിയായാലും അവർക്ക് പിന്നെ പ്രത്യേക VIP കൊണ്ടെങ്കിൽ മാത്രം. അത്ര അധികാരമുള്ളൊരു ഉദ്യോഗസ്ഥയാണ് ബോയ് ഫ്രണ്ട് ഫോൺ എടുത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ട്രെയിനിൽ മുമ്പിൽ ചാടിയെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എന്തുകൊണ്ടാണ്? അതിനൊരു വരി ഈ കൃതിക്കകത്ത് ബോധാനസ പറയുന്നുണ്ട് കേട്ടോ. ഈ ലോകയാത്രയിൽ ഇടയ്ക്ക് മുടക്കമോരോന്ന് ആലോചിയാതെ വരുമെങ്കിലും എൻ്റെ ചിത്തം ആലോലമാകരുത് പിന്തിരിയാതെ. ആ കൊച്ചു പിന്തിരിഞ്ഞ് അല്ലേ? ഈ ലോകയാത്രയിൽ ഇടയ്ക്ക് മുടക്കം ഓരോന്ന് ആലോചിയാതെ വരും എങ്കിലും എൻ്റെ ചിത്തം ആലോലമായി പോകരുത് പിന്തിരിയാതെ നിന്റെ കാലോർത്ത് കാലം ഇവൻ ഇന്ന് കഴിച്ചിടട്ടെ. ഇതൊക്കെ നമ്മുടെ മക്കളെ കൊണ്ട് ചൊല്ലി പഠിപ്പിച്ചാലുണ്ടല്ലോ, അവരങ്ങനെ ഇങ്ങനെയൊന്നും ഒളിച്ചോടുകയില്ല, അവർ ടെൻഷൻ ആവുകയില്ല. മെൻ്റലി പവർഫുള്ളായ, കോൺഫിഡൻ്റായ, എന്താ പറയുന്നത്, ഒരുതരം അപ്ഗ്രേഡർ പേഴ്സണാലിറ്റി ആയിട്ട് വരും. ഇതിനൊക്കെയുള്ള ടൂളാണ് ശ്രീനാരായണ ഗുരു. ഇതിലേക്ക് വന്നാൽ മതി. സ്വന്തം വീട്ടിൽ ജ്വലിച്ച് നിൽക്കുന്ന സൂര്യനെ തിരിച്ചറിയാതെ, ആ വെളിച്ചം കാണാതെ, അയലോക്കത്തെ വീട്ടിലെ മിന്നാമിനിങ്ങനെ ചുറ്റുവിളക്ക്, നാരങ്ങാമാല, പൂവ് മൂടൽ, ചൈനപ്രദോഷമായിട്ട് നമ്മൾ ഓടുക. നമ്മൾ ഓരോരുത്തരും, ഈ കുടുംബത്തെക്കുറിച്ചല്ല,
ഈ സമൂഹത്തെക്കുറിച്ചാണ്. അപ്പോൾ അത് മാത്രം പറയുന്നു. ഈ ആദരവിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. 10 മിനിറ്റ് പറഞ്ഞു, 1-2 മിനിറ്റ് കൂടി പോയെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഉച്ച കഴിഞ്ഞൊരു പ്രോഗ്രാമുണ്ട്. SNDP യോഗം തലപ്പറമ്പ് യൂണിയൻ മുളന്തുരുത്തി ശാഖായോഗത്തിൽ ഗുരുക്ഷേത്രത്തിൻ്റെ നവീകരിച്ചതിൻ്റെ 41ാം കലശമാണ്. അപ്പോൾ തന്ത്രിസാം ഉൾപ്പെടെ എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ അതിലൊന്ന് പങ്കെടുക്കണം. അവിടെ 7 മണിക്ക് എത്തണം. വീടിൻ്റെ പണി നടക്കുന്നത് 2 പണിക്കാരുണ്ട്. അവരോട് ഓട് കഴുകിക്കൊണ്ടിരിക്കുവാണ്. അതിനിടയ്ക്ക് രാജുവേട്ടനെ വിളിച്ച് ഓടിപ്പോയി ഒരു ബംഗാളി പണിക്കാരനെ പോലെ ആ കൂടെ നിൽക്കുമായിരുന്നു. പെട്ടെന്ന് കുടിച്ച് ഷട്ട് മാറി വന്നതാണ്. ഈ സ്വീകരണത്തിന് നന്ദി. വീണ്ടും ഒരു കുടുംബയോഗത്തിൽ സംസാരിക്കാൻ സാധിച്ചതിന് ആ ഒരു പഴയ കാലത്തേക്ക് ഒരു ഓർമ്മ. ഏതെങ്കിലും ഒരു വാക്കുകൾ എന്തെങ്കിലും ഒരു എക്സാമ്പിളൊക്കെ പറഞ്ഞപ്പോൾ ധിക്കാരമായി പോയി എന്ന് തോന്നരുത്. ഒരു അറിവില്ലായ്മയോ എൻ്റെ ഒരു വിവേകക്കുറവോ ആയി ഉദ്ദേശശുദ്ധിയിൽ മാപ്പാക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിലും നിങ്ങളുടെ എല്ലാവരുടെയും ഭവനങ്ങളിലും മഹാഗുരു ജ്വലിച്ച് നിൽക്കട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും മക്കൾ നാളുകളിൽ ഈ കുലത്തിനും ഈ സമൂഹത്തിനും ഈ രാഷ്ട്രത്തിനും ശ്രേയസ്സും പ്രേയസ്സുമുള്ള സൽസന്താനങ്ങളാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുപാദങ്ങൾ സമർപ്പിക്കുന്നു. നന്ദി. 1000 നമസ്കാരം.